പഴഞ്ചൊല്ലിൽ പതിരില്ല. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് 100% ശരിയാണ്. നമുക്ക് അവയിലേക്ക് വെറുതെ ഒന്ന് പോകാം. വിളക്ക് കൊളുത്തിയതിന് ശേഷം വെള്ളം കോരരുത്, അലക്കരുത്, വിറക് കീറരുത്, മുറ്റമടിക്കരുത്, നഖം വെട്ടരുത്, മുടി ചീകരുത്, 6 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത്. പിന്നെ ഒരിക്കലും അന്യരുടെ കുറ്റം നമ്മൾ പറയരുത്. അത് സന്ധ്യയായാലും രാവിലെ ആയാലും പറയാൻ പാടില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പണ്ട് കാലത്തുള്ളവർ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം. പണ്ട് എല്ലാ വീടുകളിലും അലക്കുകല്ലിലായിരുന്നു അലക്കിയിരുന്നത്, അല്ലെങ്കിൽ ആറ്റിലോ കുളത്തിലോ ഒക്കെ ആയിരുന്നു അലക്കുന്നതും കുളിക്കുന്നതുമൊക്കെ. സന്ധ്യ കഴിഞ്ഞ് ഇന്നത്തെ പോലെ പുരയ്ക്ക് ചുറ്റുമോ വഴികളിലോ ഒന്നും വെളിച്ചമുണ്ടായിരുന്നില്ല. വൈദ്യുതി എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നുമില്ല. സന്ധ്യ കഴിഞ്ഞ് ആറ്റിലും കുളത്തിലും അല്ലെങ്കിൽ വീടിന് വെളിയിലുള്ള അലക്കുകല്ലിലുമൊക്കെ അലക്കാൻ പോകുമ്പോൾ ഇഴജന്തുക്കൾ ഇറങ്ങി നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് വിളക്ക് കൊളുത്തിയതിന് ശേഷം അലക്കരുത്, അല്ലെങ്കിൽ കുളിക്കരുത് എന്നൊക്കെ. അതുപോലെ തന്നെ വെള്ളം കോരരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലെയും കാരണം ഇതൊക്കെ തന്നെയാണ്. എല്ലാ വീടുകളിലും കിണറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ദൂര സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണം. ഇരുട്ടിയതിന് ശേഷം വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇഴജന്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ നമുക്ക് ഉണ്ടാകും. വിറക് കീറരുത്. കോടാലി എടുത്ത് വെട്ടുന്നത് നല്ല വെളിച്ചമുള്ള സമയത്തല്ലെങ്കിൽ അത് വന്ന് നമ്മുടെ കാലയിലേക്കായിരിക്കും കയറുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് അപകടമാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വിറക് കീറരുത്, മുറ്റമടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. സന്ധ്യ സമയത്ത് ഇഴജന്തുക്കൾ ഇഴഞ്ഞ് അതിൻ്റെ ഇര തേടാൻ ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ടാണ് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കരുതെന്നും പറയുന്നത്. നഖം വെട്ടരുതെന്ന് പറഞ്ഞാലും കാരണം മറ്റൊന്നുമല്ല, നല്ല വെളിച്ചം വീടിനകത്തും കാണത്തില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലോ ഒക്കെ ആയിരിക്കും നഖം വെട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ നഖം സന്ധ്യ കഴിഞ്ഞ് വെട്ടുമ്പോൾ കണ്ണിന് നല്ല കാഴ്ചശക്തി ഇല്ലെങ്കിൽ കീറി മുറിയും. അത് അപകടമാണ്. അന്യരുടെ കുറ്റം നമ്മൾ വീട്ടിലിരുന്ന് പറയാൻ പാടില്ല ഒരിക്കലും. എന്താ കാരണം? നമ്മളിൽ അല്പമെങ്കിലും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം ഇരുന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഒരു ജോലി കാര്യാദികളും നമ്മൾ ശ്രദ്ധിക്കാതെ വല്ലവരുടെയും കുറ്റവും പറഞ്ഞ് പ്രയത്നമില്ലാതെ നമ്മളങ്ങിരിക്കും. പ്രയത്നമില്ലെങ്കിൽ ഫലം നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ക്രമേണ നമ്മൾ അധപ്പതനത്തിലേക്ക് പോകും. ഇങ്ങനെ ഒരുപാട്